നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോ ചിപ്പ് കേക്ക് വിത്ത് ഫോട്ടോ പ്രിന്റ് ഡെക്കറേഷൻ ആണ്. കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ചോക്കോ ചിപ്പ് കേക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. കുട്ടികളാണ് കൂടുതൽ ആവശ്യപ്പെട്ടതെന്ന് തോന്നുന്നു. എന്നാൽ ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഫോട്ടോ പ്രിന്റ് കേക്ക് ചെയ്യണമെന്നുള്ളത്. ഒരുപാട് ഹോം ബേക്കേഴ്സും അല്ലാതെയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വേഫർ ഷീറ്റിൽ ചെയ്യണം, ഷുഗർ ഷീറ്റിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആവശ്യമാണ് വരുന്നത്. ഇതാ ഏപ്രിൽ ആയിക്കൊണ്ടിരിക്കുന്ന ചേച്ചിയെ പെട്ടെന്ന് ചെയ്യണേന്ന് പറഞ്ഞൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഫോട്ടോ പ്രിന്റ് എടുക്കുന്നതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ വിശദമായിട്ട് പറയേണ്ടതുകൊണ്ട് ഈ ഒരു കേക്കിന്റെ വീഡിയോ 2 ഭാഗമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് മുഴുവനായിട്ടും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഫോട്ടോ പ്രിന്റ് എടുക്കുന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ നാളെ രാവിലെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് 10 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കാണാൻ മറക്കരുത്, കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ചോക്കോ ചിപ്പ് കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. കൂടാതെ നമ്മുടെ ആ ഒരു ചോക്കോ ചിപ്പ് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഈ ഒരു കേക്കും ഓവനും ബീറ്ററും ഇല്ലാതെ മിക്സിയിലാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അതിനു മുമ്പേ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തട്ടെ, നാളത്തെ വീഡിയോ കാണാൻ മറക്കരുത്. തുടക്കക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ചോക്കോ ചിപ്പ് കേക്കിന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചോക്കോ ചിപ്പ് കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 250 ml കപ്പിൽ 1 കപ്പാണ്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഡാർക്ക് കളർ കൊക്കോ പൗഡർ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത്. കാഡ്ബറിയുടെ കൊക്കോ പൗഡറൊക്കെ നല്ല ഡാർക്ക് കളർ കിട്ടും. ഇനി നമുക്ക് നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനാണ്. ഇപ്പം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ്, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തിളച്ച പാൽ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ കൂടെ കൊക്കോ പൗഡർ ചേർത്തിരുന്നാലും മതി. അപ്പോൾ അതിൻ്റെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത് മിക്സിയിലാണ്. മിക്സിയുടെ ജാറിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരുപാട് പേര് ബീറ്ററും ഓവനും ഉപയോഗിച്ച് കേക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. എന്നാലും ബീറ്റർ ഉപയോഗിച്ചിട്ടുള്ള കേക്കും കാണിക്കാം. അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടെ ചേർത്ത് അതേപോലെ തന്നെ ഒന്നുകൂടെ അടിച്ചെടുക്കാം. അപ്പോൾ അതും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോട് ചേർത്ത് അതേപോലെ ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം അത് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വെച്ചില്ലേ, അത് കുറേശ്ശെ ആയിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചോ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ടകളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ഡാർക്ക് കോമ്പൗണ്ടിൻ്റെ മിക്സാണിത്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് തന്നെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് ഇതുപോലെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റി ആവും നമ്മുടെ കേക്ക്. അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിപ്പം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ട്രേ എന്ന് പറയുന്നത് 7 ഇഞ്ചിൻ്റെ ട്രേ ആണ് കേട്ടോ. 8 ഇഞ്ചിൻ്റെ ട്രേയോ 7 ഇഞ്ചിൻ്റെ ട്രേയോ ഏതായാലും കുഴപ്പമില്ല. പലർക്കും 8 ഇഞ്ചിൻ്റെ ട്രേ എടുത്തിട്ട് ഹൈറ്റ് കിട്ടുന്നില്ല എന്നൊന്ന് പറയുന്നതുകൊണ്ടാണ് ഞാനിപ്പം 7 ഇഞ്ച് എടുക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം 8 ഇഞ്ചിൻ്റെ ട്രേ ആണ്. അപ്പോൾ അതാകുമ്പോൾ ഒരുപാട് കട്ടിയില്ലാത്ത തിന്നായിട്ടുള്ള ലെയർ നമുക്ക് കിട്ടും. അതാണ് കേക്ക് കഴിക്കുമ്പോഴും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമുക്ക് എയർ സ്ക്വയർ വെച്ചൊന്ന് ഇളക്കി എയർ ബബിൾസ് ഒന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. അതിന് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഓവൻ സെറ്റപ്പാണ്. അതിലേക്ക് ഇറക്കി വെച്ച് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് മുതൽ 35 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 35 മിനിറ്റ് ആയപ്പോഴാണ് ബേക്കായത്. തീയുടെ ആ ഒരു ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അപ്പം കേക്കിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഒന്ന് കുത്തി നോക്കി അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്കിതൊന്നെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കണം. ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു തരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ.
അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. നമുക്കത് ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ചൂടാക്കിയെടുക്കാം. അത് നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്കൊരു 75 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ട് മുറിച്ചതിട്ടിട്ട് ഓഫാക്കി ഒന്ന് ഇളക്കിയാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാലും മതി. കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോഴത്തേക്കും അതങ്ങ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും, നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതൊന്ന് തണുക്കാനായിട്ട് മാറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഏകദേശം തണുത്തിട്ടുണ്ട്. നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. അത് നമുക്ക് വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോ ബേക്കിംഗ് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് അത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം മെൽറ്റായി പോവും. അത് ചേർത്ത് നമുക്ക് വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചാൽ ചെയ്യുന്നെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു സ്പാച്ചുല കൊണ്ട് സൈഡിലുള്ളതെല്ലാം ഒന്ന് തട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കാം. അപ്പം നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അത് കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റുള്ള കേക്കാണ് കേട്ടോ. അതിപ്പോൾ 7 ഇഞ്ചിൽ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഹൈറ്റ് കിട്ടിയത്. 8 ഇഞ്ചാണ് കുറച്ചുകൂടെ എനിക്കിഷ്ടം. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. 3 ലെയറായിട്ട് കട്ട് ചെയ്യണേ. നീളമുള്ള കത്തി ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്യാം. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നൂല് വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ പണ്ടത്തെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്ക് റെസിപ്പിയിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി. അപ്പം 3 ലെയറാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഷുഗർ സിറപ്പിന് പകരം നമ്മുടെ മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, ചോക്ലേറ്റ് ട്രസ്ലച്ചസ് കേക്കിന് ചെയ്തതുപോലെ മിൽക്ക് മിക്സ് വെച്ചിട്ടും സോക്ക് ചെയ്യാം. അതാകുമ്പോൾ കുറേ കൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷെ ഞാനിപ്പം ഷുഗർ സിറപ്പിലാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡിൻ്റെ മുകളിലോട്ട് കുറച്ച് ക്രീമാക്കി കൊടുക്കുകയാണ്. അതിലേക്ക് നമുക്ക് ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടില്ല, സോക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. തിരിച്ച് വെച്ചിട്ട് മറ്റേ ഭാഗത്ത് അടുത്ത സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കാരണം കുറച്ച് തിക്കായിട്ടുള്ള ലെയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് തിരിച്ച് വെച്ചും കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കും ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ വേണമെങ്കിൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചുല വെച്ച് തേച്ച് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ട് എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോക്കോ ചിപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് ചോക്കോ ചിപ്പ് ഒരുപാട് കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒരു ക്രിസ്പി ചോക്ലേറ്റ് ബോൾസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ കുറേ കൂടി ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു മഞ്ചിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, ഒരുപാട് അങ്ങ് ചോക്ലേറ്റി അല്ല, ഒന്ന് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചോക്കോ ചിപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം. ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്, ക്രീമാക്കി അതിൻ്റെ മുകളിലും ചോക്ലേറ്റ് ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ അത് നമ്മൾ തിരിച്ചാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കാരണം ആ ഭാഗത്ത് കുറച്ച് അങ്ങോട്ട് സിറപ്പ് ആയിട്ടില്ല. അപ്പം ആ ഭാഗത്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. മോൾ ഭാഗത്ത് മുഴുവനായിട്ടങ്ങ് ക്രീമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈഡിലും ആക്കി കൊടുത്തിട്ടുണ്ട്. സൈഡിലുള്ള ക്രീമൊക്കെ ഒന്ന് പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് സ്ക്രേപ്പർ കൊണ്ട് ഒന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. മോൾ ഭാഗത്തൊക്കെ നല്ല ലെവലാക്കി കൊടുക്കണം കേട്ടോ. നമ്മളിപ്പം ഇതിൻ്റെ മുകളിൽ ഫോട്ടോ പ്രിൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോൾ ഭാഗം നല്ല ലെവലായിരിക്കണം. പൊങ്ങി താണൊന്നും ഇരിക്കരുത്. ഒരേ ലെവലിൽ വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് തണുപ്പിച്ച് എടുക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം അത് നമുക്കതിൻ്റെ മുകളിൽ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊടുക്കാം. നാളെയാണ് ഇതിൻ്റെ മുകളിൽ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ന് ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും മതി. ഇനി നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരു കടായിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഡെക്കറേഷൻ അനുസരിച്ച് വിപ്പിംഗ് ക്രീമിൻ്റെയും ഈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാം. അപ്പം തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ചേർത്ത് കൊടുക്കാം. മുറിച്ച് വെച്ച പീസസ് ആണ്. അത് ചേർത്ത് നമുക്ക് തീ വളരെ കുറച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫോട്ടോ പ്രിൻ്റ് വെക്കുന്ന സമയത്ത് കേക്ക് നന്നായിട്ട് തണുത്തിരിക്കണം. നന്നായിട്ട് തണുത്ത കേക്കിൻ്റെ മുകളിലേക്ക് മാത്രമേ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തത് വെക്കാവുള്ളൂ. ഇപ്പം ഇനി നമുക്ക് നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് അങ്ങ് വെച്ച് കൊടുക്കാം.
ആദ്യം നമ്മൾ ഒന്ന് മടക്കി പിടിച്ച് നടുവിലങ്ങ് വെക്കുക. നടുവിൽ മുട്ടിച്ചതിന് ശേഷം പതുക്കെ അങ്ങ് രണ്ട് സൈഡും അങ്ങ് വിട്ടുകൊടുത്തേക്കുക. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. ഇപ്പോൾ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ 7 ഇഞ്ചുള്ള ട്രെയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 6 ഇഞ്ചുള്ള ഫോട്ടോ പ്രിൻ്റാണ് വെച്ച് കൊടുത്തത്. അതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. ഡെക്കറേഷന് വേണ്ടിയുള്ള ഗണേഷ് ഒന്ന് തണുത്തിട്ടുണ്ട്. എത്ര സമയം പുറത്ത് വെച്ചാലും അതങ്ങ് ഒത്തിരി അങ്ങ് തിക്കാവാത്ത പോലെ ഉണ്ടാവും. ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ മാത്രം വെച്ചാൽ അത് അങ്ങനെ അങ്ങോട്ട് തിക്കാവില്ല കേട്ടോ. അപ്പം ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് ഒന്നുകിൽ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലേക്കോ, ഫ്രീസറിലാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് മതിയാകും. വെച്ചതിന് ശേഷം ഉടനെ തന്നെ ഒന്ന് അടുത്തൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു നോസിലാണ് കേട്ടോ എടുക്കുന്നത്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡെക്കറേഷനാണ്. ഇപ്പോൾ ഫോട്ടോ പ്രിൻ്റ് വെക്കുമ്പോൾ അതിൻ്റെ ചുറ്റിനുമാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞങ്ങളുടെ പഴയ ഒരു ഫോട്ടോയാണ്. ഇതിപ്പം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ചോക്ലേറ്റ് ഗനാഷ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അത് മുഴുവനും ആക്കിയിട്ടുണ്ട്. ചോക്കോ ചിപ്പ് കേക്ക് അല്ലേ, അപ്പോൾ അതുകൊണ്ട് സൈഡിൽ ചോക്കോ ചിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. സൈഡിൽ വേണമെങ്കിൽ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് പക്ഷേ അത്ര ചോക്കോ ചിപ്പ് അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല. താഴെ മാത്രമായിട്ട് അങ്ങ് ഇട്ട് കുറച്ച് മുകളിലോട്ടുമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോക്കോ ചിപ്പ് എങ്ങനെയാണ് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ചോക്കോ ചിപ്പ് ഐസ്ക്രീമിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചോക്കോ ചിപ്പ് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് സൈഡിലൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. സൈഡിൽ അങ്ങ് നിരത്തി അങ്ങ് ഇട്ടിട്ട് പതുക്കെ കത്തിയുടെ ബാക്ക് സൈഡ് കൊണ്ട് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിതാ താഴോട്ട് സൈഡിലോട്ടൊക്കെ അധികമായിട്ട് നിൽക്കുന്നത് അങ്ങ് എടുത്ത് മാറ്റുകയാണ്. ഈ ചോക്കോ ചിപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം. ഐസ്ക്രീമിൽ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കേക്കിൽ വേണമെങ്കിൽ ഇടാം. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കാണാനായിട്ട്. ആ ഒരു ബ്ലൂ കളറല്ല, ക്യാമറയിൽ കൂടെ ഒരു ബ്ലൂ കളറാണ് കാണുന്നത്. കറക്റ്റായിട്ടുള്ള ഒരു കളർ ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിലാണ് ഞങ്ങൾ 3 പേരും കൂടെ നിന്നിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോ പ്രിന്റിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ക്യാമറയിൽ അതിനൊരു ബ്ലൂ കളർ വന്നിട്ട് ഒരു അത്ര അങ്ങോട്ട് ക്ലിയർ ഇല്ലാത്ത പോലെയുണ്ട്. പക്ഷെ നേരിട്ട് കാണാൻ നല്ല പെർഫെക്റ്റ് ആണ് കേട്ടോ. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ, എത്ര എളുപ്പത്തിൽ നമുക്ക് ചോക്കോ ചിപ്പ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഫോട്ടോ പ്രിന്റോട് കൂടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇപ്പോൾ ഫോട്ടോ പ്രിന്റ് എങ്ങനെയാണ് എടുക്കേണ്ടതിനെ കുറിച്ചൊക്കെ ഉള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ മറക്കല്ലേ. ഇനി നമുക്ക് കട്ട് ചെയ്യാൻ സൈഡിലായിട്ട് അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് പതുക്കെ എടുക്കാം. അടിപൊളി. എന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ കഴിക്കട്ടെ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. ഇതിൻ്റെ ചോക്കോ ചിപ്പൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഫോട്ടോ പ്രിന്റിൻ്റെ ഷീറ്റ് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല, ഒന്നും അറിയുന്നില്ല. പക്ഷെ അത് മാത്രമായിട്ട് എടുത്ത് കഴിക്കുമ്പോൾ അത്രയൊക്കെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. അത് നമ്മളിപ്പോൾ അറിയാമല്ലോ, ഷുഗർ പേസ്റ്റൊക്കെ നമുക്ക് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നുമില്ല. അല്ലാതെ കേക്ക് അടിപൊളിയാണ്, നല്ല ടേസ്റ്റുള്ള കേക്കാണ്. പിന്നെ ഈ ഒരു ഫോട്ടോ പ്രിന്റ് കേക്ക് നമ്മൾ ഒരുപാട് സമയമൊന്നും പുറത്ത് വെച്ചേക്കരുത്. ചെയ്ത ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് നന്നായിട്ട് സീൽ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ബോക്സിലാണെങ്കിൽ ബോക്സിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫോട്ടോ പ്രിന്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ നാളെ രാവിലെ 10 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ ഫോട്ടോ പ്രിന്റ് എടുക്കുന്നതിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും മാറുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. കേക്ക് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് ബാക്കി സൈത്തറിൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തതാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ നിന്ന് കട്ട് ചെയ്യണം. ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതിരുന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുഖത്തൊക്കെ കൂടി കട്ട് ചെയ്യാണ്. പക്ഷേ കട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കേക്കല്ലേ. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു ചോക്കോ ചിപ്പ് കേക്ക്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കില്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് കാണാം. അതുവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.